Okay, children. Now see the characteristics of D block elements. More about D block elements. There are two important properties or characteristics exhibited by transition elements or D block elements. One is they exhibit a different oxidation state or oxidation number. And second one, they form different colored compounds. D block elements വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ ഡിഫറെൻ്റ് ഓക്സിഡേഷൻ നമ്പർ എക്സിബിറ്റ് ചെയ്യുന്നു. അതിന് റീസൺ നമ്മൾ പഠിക്കണം, എക്സാമ്പിൾ കാണണം. ദെൻ ഡിഫറെൻ്റ് കളേർഡ് കോമ്പൗണ്ട്സ്, എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഡിഫറെൻ്റ് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ റീസണും എക്സാമ്പിളും അറിയണം. ഫസ്റ്റ്, മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഓക്സിഡേഷൻ നമ്പർ. എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിലുള്ള എല്ലാ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? അത് 9th സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചതാണ്. വളരെ ഈസി ആയിട്ട് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ശ്രദ്ധിക്കുക. ഹൈഡ്രജന്റെ യൂഷ്വൽ ഓക്സിഡേഷൻ നമ്പർ +1, ക്ലോറിന്റെ യൂഷ്വൽ ഓക്സിഡേഷൻ നമ്പർ -1, ഓക്സിജന്റെ യൂഷ്വൽ ഓക്സിഡേഷൻ നമ്പർ -2. ഇത് മൂന്നും പഠിക്കുക. എല്ലാ അധിക കോമ്പൗണ്ടുകളിലും ഈ 3 എലമെന്റുകൾ കാണാം. അതുകൊണ്ട് ഈ 3 ഓർമ്മിക്കുക. ഇനി പോയിന്റ്, ഒരു കോമ്പൗണ്ടിലുള്ള എല്ലാ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം. Main important point, the algebraic sum of the oxidation number of each element in a compound will be 0. ഒരു കോമ്പൗണ്ടിൽ എത്ര എലമെന്റ് ഉണ്ടോ, 2 എലമെന്റ് ഉണ്ടാവാം, 3 എലമെന്റ് ഉണ്ടാവാം. കോമ്പൗണ്ടിന്റെ അകത്തുള്ള എല്ലാ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ 0 വരണം. See, listen. എക്സാമ്പിൾ, ക്ലോറിൻ -1 നമ്മൾ പഠിച്ചു. അപ്പൊ ഹൈഡ്രജൻ എത്രയാ? +1. ഇനി H2O, ഓക്സിജൻ -2, അല്ലെങ്കിൽ ഹൈഡ്രജന്റെ +1 ആണെന്ന് നമുക്കറിയാം. താഴെ നമ്പർ വരും, മൾട്ടിപ്ലൈ ചെയ്യണം. +2. So here -2. Now NH3. What is the oxidation number of nitrogen? Hydrogen +1 ആണ്. 1 × 3 + 3. ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. താഴെ നമ്പർ 3 വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 3 + 3. So ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ -3. -3 + 3 0. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 0 വരണം. ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ 9th പഠിച്ചതാണ്. കണ്ടുപിടിക്കേണ്ടതിന് x എന്ന് എടുക്കുക. x കണ്ടുപിടിക്കേണ്ട x പ്ലസ് അതോടെ അടുത്ത എലമെന്റ് കൂട്ടുക. +1 × 3 ഓക്സിജൻ ഉണ്ട്, is equal to 0. So x + 3 is equal to 0. So x is equal to 0 - 3. So x is equal to -3 എന്ന് കിട്ടും. അങ്ങനെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. Then what is oxidation number of carbon in CH4? Hydrogen +1, total +4. So here -4. And what about ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ HNO3? 2 എലമെന്റിന്റെ അറിയാം എങ്കിൽ മൂന്നാമത്തെ എലമെന്റ് കണ്ടുപിടിക്കാം. ഒരു ഓക്സിജന്റെ -2, ഒരു ഓക്സിജന്റെ -2, ഹൈഡ്രജൻ +1. അപ്പൊ ഇവിടെ എത്ര വരിക? -2 × 3 -6. -6നോട് +6 ആഡ് ചെയ്യുമ്പോൾ 0 വരും. +1 ഇവിടെ വന്നു. സോ ഹിയർ +5. That is oxidation number of nitrogen in HNO3. And what is oxidation number of sulfur in H2SO4? 2 എലമെന്റിനെ അറിയാലോ. ഓക്സിജന്റെ -2, ടോട്ടൽ -8. ഇവിടെ ഒരു ഹൈഡ്രജൻ +1, 1 × 2 +2. So here +6 +6 +2 +8 +8 -8 0. അപ്പൊ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 0 വരണം. ഇങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രസൻസ് ഡിഫറെന്റ് ഓക്സിഡേഷൻ നമ്പർ എക്സിബിറ്റ് ചെയ്യുന്നതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രാൻസിഷൻ എലമെന്റ്സ് ഡിഫറെന്റ് ഓക്സിഡേഷൻ നമ്പർ എക്സിബിറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നോക്കാം. NaCl, Na2O, NaOH. ഈ കോമ്പൗണ്ടിലുള്ള എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നു. സെയിം ലൈക്ക് MnCl2, MnO2, Mn2O7. ഹിയർ സോഡിയം ക്ലോറൈഡ്, സോഡിയം ഓക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇതിലെല്ലാം സോഡിയം ഉണ്ട്. ഇതിനെല്ലാം ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. -1. സോ ഹിയർ +1. ഹിയർ -2. സോ ഹിയർ +1. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 0 വരണം. +1 -2. സോ ഹിയർ +1 +1 +1 +2 -2 0. ഇവിടെ എല്ലാം സോഡിയത്തിൽ ഓക്സിഡേഷൻ നമ്പർ +1 +1 +1 ആ, ഒരു മാറ്റമില്ല. +1 യൂഷ്വൽ ഓക്സിഡേഷൻ നമ്പർ സോഡിയം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ്. സോഡിയം ആൽക്കലി മെറ്റൽ ആണ്. ഇറ്റ് ഇസ് നോട്ട് എ ട്രാൻസിഷൻ മെറ്റൽ. ഹിയർ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ ദീസ് 3 കോമ്പൗണ്ട്. മാംഗനീസ് ഡൈക്ലോറൈഡ്, മാംഗനീസ് ഡയോക്സൈഡ്, മാംഗനീസ് ഹെപ്റ്റോക്സൈഡ്. ഇതിലൊക്കെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒരുപോലെയാണ് വരുന്നത്. കണ്ടുപിടിച്ച് നോക്കൂ. ഇത് -1, ക്ലോറിന്റെ -1, ടോട്ടൽ -2. ഹിയർ +2. ഹിയർ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് വന്നത്? +2. ഇതില് ഒരു ഓക്സിജൻ -2,
total minus 4. So here plus 4. This manganese oxidation number plus 4. What is the oxidation number of Mn in Mn2O7? The minus 2, total minus 14. Here plus 7. So here Mn in oxidation number plus 7 ആണ്. Manganese dichloral plus 2, manganese dioxide plus 4, manganese heptoxide plus 7. Manganese transition metal ആണ്. So they exhibit different oxidation number. ഇതിന് റീസൺ എന്താണ്? ട്രാൻസിഷൻ മെറ്റൽ ഡിഫറെന്റ് ഓക്സിഡേഷൻ നമ്പർ എക്സിബിറ്റ് ചെയ്യുന്നതിന് റീസൺ എന്താ? നെക്സ്റ്റ് എക്സാമ്പിൾ FeCl2, FeCl3 ട്രാൻസിഷൻ മെറ്റൽ ആണ്. ഇത് രണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ വേരി ചെയ്യുന്ന കാണാം, ഡിഫറെന്റ് ആണ്. ഫൈൻഡ് ഔട്ട്. ഒരു ക്ലോറിന്റെ -1, ടോട്ടൽ -2, ഹിയർ +2. ഹിയർ അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. ഫെറസ് ക്ലോറൈഡ് അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ +2. And ferric chloride, what is oxidation number of iron in ferric chloride? Here -1. Chlorine oxidation number -1 ആണ്. Total -1 into 3, -3. So here +3. Ferric chloride of iron oxidation number +3 ആണ്. ഇത് ട്രാൻസിഷൻ മെറ്റൽ ആണ്. അയൺ ട്രാൻസിഷൻ മെറ്റൽ ആണ്. So transition metal exhibit different oxidation number. They show variable valency. What is its reason? നമുക്ക് നോക്കാം എന്താണ് ട്രാൻസിഷൻ മെറ്റൽ ഡിഫറെന്റ് ഓക്സിഡേഷൻ നമ്പർ എക്സിബിറ്റ് ചെയ്യുന്നതിന് റീസൺ. അപ്പൊ ട്രാൻസിഷൻ മെറ്റലിന്റെ സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് സബ്ഷൽ ഏതാ വരുന്നത്? ഡി ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, സ്കാൻഡിയം എടുക്കാം. സ്കാൻഡിയത്തിന് അറ്റോമിക് നമ്പർ 21 അല്ലേ? അതിന് കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ അല്ലെ വേണ്ട, മാംഗനീസിന്റെ തന്നെ എടുക്കാം നമുക്ക്. മാംഗനീസ് 25 ആണ് ഓക്സിഡേഷൻ അറ്റോമിക് നമ്പർ 25 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d അവിടെ നിൽക്കട്ടെ 4s2 3d5 total 25. This is the subshell electronic configuration of manganese, right? ഇപ്പം ലാസ്റ്റ് സബ്ഷൽ ഏതാ? നോട്ട് 4s. 4s ഇലക്ട്രോൺ നിറച്ചിട്ട് നമ്മൾ 3d വരുള്ളൂ. അപ്പൊ ലാസ്റ്റ് സബ്ഷൽ 3d ആണ്. ലാസ്റ്റ് സബ്ഷൽ 3d ആണ്. ഇത് അൾട്ടിമേറ്റ് ഷെല്ല്. അതിന് തൊട്ട് മുമ്പേയുള്ള ഷെല്ല് എന്ന് പറയുന്നത് ഇതാണ് 4s. അത് പെനൾട്ടിമേറ്റ് ഷെല്ല്. അപ്പൊ കെമിക്കൽ റിയാക്ഷനിൽ ട്രാൻസിഷൻ മെറ്റൽ പങ്കെടുക്കുമ്പോൾ ആദ്യം 4sൽ നിന്നാണ് ഇലക്ട്രോൺ പോകുന്നത്. 4sൽ നിന്നാണ് ആദ്യം ഇലക്ട്രോൺ പോകുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പൊ Mn2+ എന്ന് പറയുന്ന അയോൺ ഉണ്ടാകുന്നു. Mn2+ അയോൺ ഉണ്ടാകുമ്പോൾ മാംഗനീസ് 2 ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്തു. അപ്പൊ ഈ 2 ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യുന്നത് എവിടുന്നാണ്? ലാസ്റ്റ് സബ്ഷെല് 3d ആണ്. പക്ഷെ അവിടെ നിന്നല്ല ഇലക്ട്രോൺ പോകുന്നത്, അതിന് തൊട്ട് മുന്നിലുള്ള 4sൽ നിന്നാണ് ഇലക്ട്രോൺ പോകുന്നത്. 4sൽ നിന്ന് 2 ഇലക്ട്രോൺ പോകുന്നു. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ Mn2+, Mന്റെ കോൺഫിഗറേഷൻ ഇതാണ്, അറ്റോമിക് നമ്പർ 25. അതിൽ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നീട് ലാസ്റ്റ് സബ്ഷൻ എല്ലാ ഇലക്ട്രോൺ പോകുന്നത് 4s2 എന്നാണ് പോകുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 and 3d5. 4sൽ നിന്നാണ് ഇലക്ട്രോൺ പോകുന്നത്. ഇനി Mn3+ ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ Mn3+ ആണെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക? 3 ഇലക്ട്രോൺസ് പോകുന്നു. അപ്പൊ 1s2 2s2 2p6 3s2 3p6. 4sൽ നിന്ന് 2 പോയി, 3dയിൽ നിന്ന് 1 പോയി. അപ്പൊ 3d4. അപ്പൊ അതിന്റെ സബ്ഷെല് സ്റ്റേബിൾ അല്ല, അതിൽ നിന്ന് 1 ഇലക്ട്രോൺ പോയി. ഇനി 7+ ഇരിക്കും. Mn7+ മാംഗനീസ് +7 വരുമ്പോൾ എങ്ങനെയാണ് 7 ഇലക്ട്രോൺസ് പോകുന്നത്? എങ്ങനെയാ? 4sൽ നിന്ന് 2 പോകും, 3dയിൽ നിന്ന് 5 പോകും. അപ്പൊ 1s2 2s2 2p6 3s2 3p6 വരെയേ വേണ്ടു. ഇതാണ് അയോൺസിന്റെ കോൺഫിഗറേഷൻ എഴുതുന്ന രീതി. ട്രാൻസിഷൻ എലമെന്റ്സ് എക്സിബിറ്റ് വേരിയബിൾ oxidation number. They exhibit a different oxidation number. During chemical reaction, transition elements take part 4s and 3d electrons because the energy of 4s and 3d are slight difference. 4sന്റെയും 3dയിലെയും എനർജിയിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 4sൽ നിന്നാണ് ആദ്യം ഇലക്ട്രോൺ കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 3d ഇലക്ട്രോൺ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ലിസൺ ചിൽഡ്രൻ. MnCl2, MnO2, Mn2O3, Mn2O7 ഇതിലെല്ലാം മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിന്റെ അയോൺസിന്റെ കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കും. ഇത് കോമ്പൗണ്ട് ആണ്. ഇനി
ആ കോമ്പൗണ്ടിന്റെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഓക്സിഡേഷൻ നമ്പർ എന്നിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അതെങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക നോക്കാം. ഫൈൻഡ് ഔട്ട് ദി ഓക്സിഡേഷൻ നമ്പർ ഫസ്റ്റ്. എത്ര ഇലക്ട്രോൺസ് മാംഗനീസ് ഡൈക്ലോറിൽ മാംഗനീസ് ലോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ക്ലോറിനത് -1 അല്ലേ? സോ ടോട്ടൽ -2. ഹിയർ +2. സോ ഓക്സിഡേഷൻ നമ്പർ ഇൻ Mn in MnCl2 is +2. അപ്പൊ 2 ഇലക്ട്രോൺ കുറച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കൊടുക്കണം. ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽ ചേർന്നിട്ടുള്ള ചില കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. അതിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ട് ആ അയോൺസിന്റെ കോൺഫിഗറേഷൻ എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്സ്റ്റൽ വൈസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കോമ്പൗണ്ടുകൾ പരിചയപ്പെടാം. MnCl2 മാംഗനീസ് ഡൈക്ലോറൈഡ്, മാംഗനീസ് ഡയോക്സൈഡ്, മാംഗനീസ് ട്രയോക്സൈഡ്, മാംഗനീസ് ഹെപ്റ്റോക്സൈഡ്. ഇതിലെല്ലാം മാംഗനീസ് ആണ്. ട്രാൻസിഷൻ മെറ്റലാണ് മാംഗനീസ്. അപ്പൊ അത് ഓരോ കോമ്പൗണ്ടിലും മാംഗനീസ് ലോസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് നമ്പർ ഡിഫറെന്റ് ആണ്. ദേ എക്സിബിറ്റ് ഡിഫറെന്റ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിന് റീസൺ ചിലപ്പോൾ ട്രാൻസിഷൻ മെറ്റൽ കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കുമ്പോൾ എസ് ലെവൽ ഇലക്ട്രോൺ മാത്രമല്ല ഡി ലെവൽ ഇലക്ട്രോണുകളും പങ്കെടുക്കുന്നുണ്ട്. എസിലെയും ഡിയിലെയും ഇലക്ട്രോണുകൾ എനർജിയിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്. ആദ്യം MnCl2 ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. Clന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അപ്പൊ ടോട്ടൽ -2 വരുന്നതുകൊണ്ട് ഇത് +2. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഓഫ് Mn in MnCl2 is +2. അപ്പൊ 2 ഇലക്ട്രോൺ ഇതിന് ലോസ്റ്റ് ആയി. മാംഗനീസ് ഡൈക്ലോറിൽ മാംഗനീസ് 2 ഇലക്ട്രോൺ ലോസ്റ്റ് ആയി. അപ്പൊ Mn2+ അയോൺ ആയി കഴിഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ Mn2+ അയോണിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ സാധാരണ മാംഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ 2 ഇലക്ട്രോൺ കുറച്ച് എഴുതുമ്പോൾ എങ്ങനെ വരിക? 25 ആണ് മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ. അതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d അവിടെ നിൽക്കട്ടെ 4s2 3d5. ഇതാണ് മാംഗനീസിന്റെ സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഇതിൽ നിന്ന് മാംഗനീസ് ഡൈക്ലോറൈഡ് മാംഗനീസ് 2 ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ Mn2+ അയോൺ ആയി. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2 ഇലക്ട്രോൺ പോയത് എവിടെ നിന്നാണ്? 4sൽ നിന്നാണ്. ഇനി 1 ഇലക്ട്രോണേ പോകുന്നില്ലെങ്കിൽ 4sൽ നിന്ന് 1 പോകുന്നുള്ളൂ. 2 ഇലക്ട്രോൺ പോകുന്നുണ്ട് 4sൽ നിന്ന് 2 പോകും. 3 ഇലക്ട്രോൺ പോകുമ്പോഴോ 4sൽ നിന്ന് 2 പോകും 3dയിൽ നിന്ന് 1 പോകും. 4 ഇലക്ട്രോൺസ് പോകുമ്പോഴോ 4sൽ നിന്ന് 2 പോകും 3dയിൽ നിന്ന് 2 പോകും. 7 ഇലക്ട്രോൺസ് പോകുമ്പോഴോ 4sൽ നിന്ന് 2 പോകും 3dയിൽ നിന്ന് 5 പോകും. അങ്ങനെ 4sൽ നിന്നാണ് ആദ്യ ഇലക്ട്രോൺ പോകുന്നതെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പൊ ഇതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരിക? 1s2 2s2 2p6 3s2 3p6 and 3d5 4s electron lost ആയി. And what is oxidation number of manganese in MnO2? Find out oxidation number of Mn in MnO2 and write the substitute configuration of manganese ions. ആദ്യം മാംഗനീസ് എത്ര ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു കണ്ടുപിടിക്കാം. -2 ആണ് ഒരു ഓക്സിഡേഷൻ നമ്പർ. ടോട്ടൽ -4. അപ്പൊ ഇത് വരുന്നത് +4. Here oxidation number of Mn in MnO2 is +4. അപ്പൊ Mn 4+ അയോൺ 4+ അയോണിന്റെ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ 4 ഇലക്ട്രോൺ പോകുന്ന എങ്ങനെ? 2 ഇതിനകത്ത് പോകും 2 ഇതിനകത്ത് പോകും. അപ്പൊ കോൺഫിഗറേഷൻ ചെയ്യുന്നത് 1s2 2s2 2p6 3s2 3p6 and 3d3. 4 ഇലക്ട്രോൺസ് ആ പോയത്. അപ്പൊ അറ്റോമിക് നമ്പർ 4 പോയിട്ട് 21 ഓർഡർ എഴുതി കൊടുക്കരുത്. 4 ഇലക്ട്രോൺ 25 ആണ് അറ്റോമിക് നമ്പർ മാംഗനീസിന്റെ. അതിനകത്തുനിന്ന് 2 ഇലക്ട്രോൺ പോയി എന്ന് പറഞ്ഞാൽ 2 കുറച്ചിട്ട് 23 ഓർഡർ എഴുതി കൊടുക്കരുത്. 4sൽ നിന്ന് ആദ്യ ഇലക്ട്രോൺ പോകുന്നെന്ന് പ്രത്യേക ഓർമ്മ വേണം. Next find out the oxidation number of Mn in Mn2O3. Oxygen -2 total -6 here +3. അപ്പൊ +3 ഇലക്ട്രോൺസ് പോയി. സോ Mn 3+ അതിന്റെ കോൺഫിഗറേഷൻ ചെയ്യുന്നത് 1s2 2s2 2p6 3s2 3p6 then 3d4 3d5 ൽ നിന്ന് 1 ഇലക്ട്രോൺ പോകുന്നു. 2 ഇതിനകത്ത് പോകുന്നു 1 ഇതിനകത്ത് പോകുന്നു. Then find out the oxidation number of Mn in Mn2O7 -2 total -14 here +7. So here +7 Mn 7+ ions കോൺഫിഗറേഷൻ വരുമ്പോൾ 7 ഇലക്ട്രോൺസ് പോകുന്നത് 4sൽ നിന്ന് 2 പോകുന്നു 3dയിൽ നിന്ന് 5 പോകുന്നു. So here the oxidation number of Mn in Mn2O7 is +7. So substitute configuration 1s2 2s2 2p6 3s2 and 3p6. Children, now listen. Next example, FeCl2 FeCl3. What is the oxidation number of Fe? And write its electronic configuration. And
What is oxidation number of Fe in FeCl3 and write its subshell electron configuration also. Okay. Now ഒരു കാര്യം ശ്രദ്ധിക്കുക, Cr2 പ്ലസ് അയോൺസിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. Crന്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? Cr അറ്റോമിക് നമ്പർ 24. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 3d അവിടെ നിൽക്കട്ടെ 4s1 3d5. ഇതാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്രോമിയം, ഓർമ്മയില്ലേ? അപ്പോൾ Cr2 പ്ലസ് അയോൺ ആവുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരിക? 4s നിന്ന് 1 പോകാനുള്ളൂ എന്ന് ഓർമ്മിക്കണം. സോ 1s2 2s2 2p6 3s2 3p6 and 3d4. 4s നിന്ന് 1 ഇലക്ട്രോൺ പോകുന്നു, 3d യിൽ നിന്ന് 1 പോകുന്നു. അപ്പോൾ Cr2 പ്ലസ് അയോൺ 2 ഇലക്ട്രോൺ പോയി. 4s ൽ 1 ഉള്ളൂ, അതിൽ 1 പോയി കഴിഞ്ഞാൽ പിന്നെ 1 3d യിൽ നിന്നാണ് പോവുക. സോ Cr2 പ്ലസ് അയോണിന്റെ കോൺഫിഗറേഷൻ ഇതാണ്. സെയിം ലൈക്ക് Cu2 പ്ലസ് അയോണിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോപ്പർ സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിലും 4s 1 ഉള്ളൂ. അപ്പോൾ 4s 1 ൽ 1 പോവും, 3d യിൽ നിന്ന് 1 പോവും. അപ്പോൾ 3d 9 ആവും എന്ന് ഓർമ്മിക്കുക. Cu Cr അയോൺസിന്റെ കോൺഫിഗറേഷൻ വരുമ്പോൾ പ്രത്യേകമായിട്ട് ഓർമ്മ വേണം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, they form different colored compounds. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രസൻസ് ആണ് ഡിഫറെന്റ് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്. അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. CuSO4 കോപ്പർ സൾഫേറ്റ്സ്, ഇതിന്റെ പേര് കോപ്പർ സൾഫേറ്റ് എന്നാണ്. കോപ്പർ സൾഫേറ്റിന് കളർ ബ്ലൂ ആണ്. കോപ്പർ സൾഫേറ്റ് CuSO4 കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഹൈഡ്രേറ്റ് കോപ്പർ സൾഫേറ്റ്സ് ബ്ലൂ കളർ കോമ്പൗണ്ട്. ദെൻ ഈ ബ്ലൂ കളർ കോമ്പൗണ്ട് റീസൺ എന്താണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കോപ്പർ. കോപ്പർ ഈസ് എ ട്രാൻസിഷൻ മെറ്റൽ. അതിന്റെ ഓക്സിഡേഷൻ നമ്പർ -2 +6 +2. ഡിഫറെന്റ് ഓക്സിഡേഷൻ നമ്പർ എക്സിബിറ്റ് ചെയ്യും, ഡിഫറെന്റ് അയോൺസ് ഫോം ചെയ്യും ട്രാൻസിഷൻ മെറ്റൽസ്. അതുകൊണ്ടാണ് ഡിഫറെന്റ് കളേർഡ് ഉണ്ടാവുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ഡിഫറെന്റ് കളേർഡ് കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് ചോദിച്ചാൽ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് അയോൺസ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് അയോൺസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. And next, potassium permanganate KMnO4. What is its color? Violet. Violet color ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്. -2 total -8. Here +1 +7. വയലറ്റ് കളറാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്. കാരണം മാംഗനീസ് എന്ന് പറയുന്ന ട്രാൻസിഷൻ മെറ്റലിന്റെ പ്രസൻസ് ആണ്. പൊട്ടാസ്യം ആൽക്കലി മെറ്റൽ ആണ്, ട്രാൻസിഷൻ മെറ്റൽ അല്ല. ഇവിടെ വയലറ്റ് കളറിന്റെ റീസൺ മാംഗനീസ് എന്ന് പറയുന്ന ട്രാൻസിഷൻ മെറ്റലിന്റെ പ്രസൻസ് ആണ്. അപ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സ് ഡിഫറെന്റ് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന റീസൺ ആണിത്. MnO2 നോക്കിയാട്ടെ, മാംഗനീസ് ഡയോക്സൈഡ് -2 +4. ഇതിൽ മാംഗനീസ് +4 ആണ്, ഇതിന്റെ കളർ ബ്ലാക്ക് ആണ്. മാംഗനീസ് ഡയോക്സൈഡ് ബ്ലാക്ക് ആണ്. ഇതിൽ മാംഗനീസ് +7 ആണ് ഓക്സിഡേഷൻ നമ്പർ, ഇതിൽ മാംഗനീസ് +4 ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വയലറ്റ് കളറാണ്, മാംഗനീസ് ഡയോക്സൈഡ് ബ്ലാക്ക് ആണ്. രണ്ടിലും മാംഗനീസ് ഉണ്ട്. പക്ഷെ എന്താണ് കളർ വ്യത്യാസം? ഡിഫറെന്റ് കളറിന് കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് അയോൺസ്. Due to the presence of different ions. Same like cobalt nitrate, orange color ആണ്. cobalt nitrate orange color ആണ്. ferrous sulfate greenish yellow color ആണ്. ferrous chloride FeCl2 FeCl3 is ferric chloride. ഇതിന് കളർ ലൈറ്റ് ഗ്രീനിഷ് യെല്ലോ ആണ്, ഇത് ഡാർക്ക് ഗ്രീനിഷ് യെല്ലോ ആണ്. ഇതിന്റെ റീസൺ രണ്ടിലും അയൺ ആണ്, ട്രാൻസിഷൻ മെറ്റൽ ആണ്. രണ്ടിന്റെയും അയോണ് ഡിഫറെന്റ് ആണ്. നോക്കാം, കണ്ടുപിടിക്കാം. -1 total -2. So here +2 oxidation number iron in FeCl2. ferrous chloride അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. ഇനി ഫെറിക് ക്ലോറൈഡിൽ അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? +3. അപ്പൊ ഇതിൽ +2 ഇതിൽ +3. അതുകൊണ്ടാണ് ഇത് ലൈറ്റ് ഗ്രീനിഷ് യെല്ലോ കളർ, ഇത് ഡാർക്ക് ഗ്രീനിഷ് യെല്ലോ കളർ. ferrous chloride and ferric chloride they exhibit different oxidation number. ഇനി ഇതിന്റെ അയോണിന്റെ കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദിക്കാം. സാധാരണ അയണിന്റെ 26 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം 4s ൽ നിന്ന് 2 ഇലക്ട്രോൺ കുറയ്ക്കുക. അല്ലാണ്ട് അറ്റോമിക് നമ്പർ 26 ൽ നിന്ന് 2 കുറച്ചിട്ട് എഴുതല്ല വേണ്ടത്. 4s ൽ നിന്ന് 2 ഇലക്ട്രോൺസ് കുറയ്ക്കുക, 4s ൽ 2 ഇലക്ട്രോൺസ് മാറ്റുക. അതേപോലെ തന്നെ FeCl3 4s ൽ 2 ഇലക്ട്രോൺ മാറ്റുക, 3d ൽ നിന്ന് 1 ഇലക്ട്രോൺ മാറ്റുക. അങ്ങനെയാണ് ഇതിന്റെ കോൺഫിഗറേഷൻ എഴുതുന്നത്. സോ ദ ഡിഫറെന്റ് കളേർഡ് കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസ് എലമെന്റ്സ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് അയോൺസ് ഓഫ് ട്രാൻസിഷൻ metals. These are all about the first unit. That is end of this chapter. Okay children,
I hope you understood everything. And that is the end of this chapter. First chapter, periodic table and electron configuration, over. Thank you.